ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ്. ആലപ്പുഴ കായംകുളം MSM കോളേജിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം രൂക്ഷമാവുകയാണ്. കോളേജ് ഹോസ്റ്റലിനകത്ത് പ്രവേശിച്ച അപരിചിതരെ കണ്ട് ഭയന്നു വിറയ്ക്കുകയാണ് വിദ്യാർത്ഥികൾ. പോലീസിനും മാനേജ്മെന്റിനും പലതവണ പരാതി നൽകിയിട്ടും ഇപ്പോഴും ഒരു നടപടിയുമായിട്ടില്ല. തുടർച്ചയായ 4ാം ദിവസവും അപരിചിതൻ കോളേജിൽ എത്തുന്നുണ്ട്. CCTV ദൃശ്യങ്ങളിലും ഇക്കാര്യം വ്യക്തമാവുന്നുണ്ട്. പല ദിവസങ്ങളിലും ഉറങ്ങാൻ പോലും ആവാത്ത ഭയപ്പാടിലാണ് പെൺകുട്ടികൾ. ഇക്കാര്യത്തിൽ കോളേജ് മാനേജ്മെന്റിനോട് പരാതിപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ല. ഉറക്കക്ഷീണവും ഭയവും മൂലം വിദ്യാർത്ഥികൾക്ക് പലർക്കും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളെ കയ്യിലെ ആയുധങ്ങളും സംഭവങ്ങളൊക്കെ കരുതി വെച്ചിട്ട് ഞങ്ങളിങ്ങനെ ഇരിക്കണത്. അപ്പോൾ ഇന്നലെ നോക്കുമ്പോൾ ഇന്നലെ ഇങ്ങനെ ഓരോ സൗണ്ടുകൾ ഒരു 2 to 3, 4 മണി വരെ ഞങ്ങളിത് ഓരോന്ന് കേട്ടോണ്ടിരിക്കുക. ഒരു സൗണ്ട് വെക്കുമ്പോഴത്തേന് എല്ലാവരും ഒരേപോലെ എന്താ കേട്ട് അതായത് എല്ലാവർക്കും കേൾക്കുന്നുണ്ട്. ഒരാൾ കാണുമ്പോൾ അടുത്ത ആളും കാണുന്നത് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് ഹോസ്റ്റലിലെ വിദ്യാർത്ഥിനികൾ ശുചിമുറിയുടെ ഉള്ളിൽ അപരിചിതനെ കാണുന്നത്. ഭയന്ന് വിറച്ചുപോയ പെൺകുട്ടി പിന്നീട് മുറിയിലേക്ക് എത്തിയപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന സഹപാഠിയെ നോക്കി നിൽക്കുന്ന ഇയാളെ വീണ്ടും കണ്ടു. തിരിഞ്ഞു നോക്കിയ അയാൾ പിന്നിൽ നിൽക്കുന്ന തന്നെ കുറെ സമയം രൂക്ഷമായി നോക്കി നിന്നതായി അവൾ പറയുന്നു. ഒന്നും നിലവിളിക്കാൻ പോലും ആകാത്ത വിധം ഭയന്ന അവസ്ഥയായിരുന്നു. പിന്നീട് ധൈര്യം സംഭരിച്ച് അലറി വിളിക്കുകയാണുണ്ടായത്. ഞങ്ങൾ ടോയ്ലറ്റിലോട്ട് പോയ ടൈമിൽ ടോയ്ലറ്റിൽ ഇരുന്ന് അങ്ങോട്ട് കയറിയില്ല. അങ്ങോട്ട് കയറി ഇവള് ജസ്റ്റ് ഇങ്ങനെ തല ഇരിച്ചപ്പോൾ ഒരാള് എത്തി നോക്കുമ്പോൾ അവരെ കണ്ണ് വരെ കാണാൻ പറ്റുന്നുള്ളൂ. അപ്പൊ ഇവള് പേടിച്ച് ഇവള് മിണ്ടാതെങ്ങി ഇരുന്ന്, കാരണം ഇവള് ഒച്ച ഉണ്ടാക്കിയുള്ള വല്ലതും ചെയ്തു പോയാലോ എന്നുള്ള പേടി. അങ്ങനെ കുറച്ചു നേരം മിണ്ടാതിരുന്ന് കുറച്ച് പതുക്കെ ഇറങ്ങി പുറത്ത് വന്ന് ഇവള് പെട്ടെന്ന് അങ്ങനെ നേരെ ഉറങ്ങി ഓടിക്കാണെന്ന് വിചാരിച്ച് ഇവള് പുറത്ത് വന്ന് കൂടെ ഉള്ള റൂമിലുള്ളവളെയും വിളിച്ച് താഴെ ആന്റിമാരടുത്ത് വന്ന് പറയാന്ന് വിചാരിച്ച് അങ്ങനെ റൂമിൽ വരുമ്പോൾ ഇവ റൂമിൽ നിൽക്കുക, മറ്റവളുടെ കാലിന്റെ ചുവട്ടിൽ വന്ന് നിൽക്കുക. എന്നിട്ട് ഇവളെ കാണുമ്പോൾ ഇവ നേരെ വന്ന് ഇവളുടെ അടുത്ത് മുഖാമുഖം ഇങ്ങനെ നിൽക്കുക. വിദ്യാർത്ഥിനികൾ പറയുന്നത് ശരിയെന്ന് ഹോസ്റ്റലിലെ CCTV ദൃശ്യങ്ങൾ സ്ഥിരീകരിക്കുന്നു. സംഭവം നടക്കുമ്പോൾ 80-ലധികം വിദ്യാർത്ഥിനികളുള്ള MSM കോളേജ് ഹോസ്റ്റലിൽ ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ പോലും ഇല്ലായിരുന്നു. ആകെ ഉണ്ടായിരുന്നത് കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി നൽകുന്ന തങ്കമണി എന്ന സ്ത്രീ മാത്രം. ഗുരുതര വിഷയം മാനേജ്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഗൌരവത്തിൽ കണ്ടില്ലെന്ന വിദ്യാർത്ഥിനികൾ. തുടർന്നുള്ള ദിവസങ്ങളിലും സംഭവങ്ങൾ ആവർത്തിക്കപ്പെട്ടു. കാൽപ്പാടുകൾ സഹിതമുള്ള ദൃശ്യങ്ങൾ വിദ്യാർത്ഥികൾ ന്യൂസ് 18 നൽകി. ഒരു നേരല്ല ഒരാള് പോകുന്ന കണ്ട്. അത് ഒരു റൂമുകാരല്ല കണ്ടത്, എല്ലാ റൂമുകളും കണ്ടു. അതായത് പാസ് ചെയ്തവൻ പോകുന്ന കണ്ട്. അന്നത്തെ പിറ്റേ ദിവസം അതുപോലെ ലൈറ്റ് മിന്നണയൊക്കെ അന്ന് കണ്ട്. പക്ഷെ നമുക്ക് ആ രാത്രി കാണുമ്പോൾ നമുക്ക് എന്താണെന്നൊന്നും മനസ്സിലാവണില്ല. പക്ഷെ പിറ്റേ ദിവസം രാവിലെ നമ്മൾ നീച്ചിട്ട് ഈ സ്ഥലമൊക്കെ ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് ബൾബ് ഊരി വെച്ചിക്കണ്, നടന്ന കാൽപ്പാടുകൾ കാണണ്. എന്താ പറയാ, ബാത്റൂമിന്റെ അവിടെയൊക്കെ പുതിയ കാൽപ്പാട് എത്തി ഒഴിഞ്ഞ സംഭവങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട്. തുടർച്ചയായ 4ാം ദിവസം ശല്യം തുടർന്നതോടെ ഉറക്കം പോലും നഷ്ടപ്പെട്ട അവസ്ഥയിലായി വിദ്യാർത്ഥിനികൾ. രാത്രി മുഴുവൻ വടിയും മറ്റുമായി ഉറങ്ങാതെ കാത്തിരുന്നു. കോളേജിലെത്തി പ്രിൻസിപ്പൽ മുഹമ്മദ് താഹയെ വിവരമറിയിക്കുന്നതിനിടയിൽ തന്നെ 2 കുട്ടികൾ ബോധക്ഷയത്താൽ വീണു. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട വിദ്യാർത്ഥിനികൾ ഇങ്ങനെ പറയുന്നു. ആളെ കണ്ടുപിടിക്കാന്ന് പറയുന്നുണ്ട്, കണ്ടുപിടിക്കണം എന്നൊരു കറക്റ്റായിട്ട് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു റിപ്ലൈ എനിക്ക് തന്നിട്ടില്ല. ഹോസ്റ്റൽ ആരുടെയാണെന്ന് പോലും അറിയത്തില്ല. അവർക്കൊരു ഉത്തരവാദിത്തം ഇല്ലെന്നാ പറയുന്നത്. ഞങ്ങളിത് ആരോടെ കംപ്ലൈന്റ് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഇങ്ങനെ ഹോസ്റ്റലിൽ വെച്ചിട്ട് 3-4 ദിവസം ഞങ്ങൾ ഒരുപാട് പറഞ്ഞു നോക്കിയിട്ട് കേൾക്കാഞ്ഞിട്ടാണ് ഞങ്ങൾ കോളേജിൽ പോയി പ്രശ്നം ഉണ്ടാക്കിയത്. അതിൻ്റെ ഇടക്ക് അവർ ചെയ്തു തരാമെന്നൊക്കെ പറയുന്നുണ്ട്. ഇനി എന്താവുമെന്ന് അറിയില്ല. ഇനി ഒരു ദിവസം പോലും അവിടെ നിൽക്കാൻ, രാവിലെ ആണെങ്കിലും രാത്രി ആണെങ്കിലും, അത് ബാത്റൂമിൽ പോകാനാണെങ്കിലും തൊട്ടങ്ങോട്ട് മാറാൻ പോലും ആണെങ്കിലും എല്ലാവർക്കും പേടി, ഒരു സൗണ്ട് കേൾക്കാൻ നേരത്തേക്ക്. എന്ത് വിശ്വസിച്ചാണ് അവിടെ നിൽക്കേണ്ടതെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല. വ്യാപക പരാതി ഉയർന്നതിനെ തുടർന്നാണ് കോളേജ് മാനേജ്മെന്റ് വിഷയത്തെ ഗൌരവത്തോടെ കണ്ടു തുടങ്ങിയത്. കായംകുളം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം കോളേജിലെത്തി പരിശോധന നടത്തി. സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു.
ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ.